ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമസ്കാരം. ഓണം സ്നേഹത്തിന്റെയും സമഭാവനയുടെയും ഉത്സവമാണ്. ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവുകളില്ലാതെ മലയാളികൾ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന ഉത്സവം, മലയാളിയുടെ ദേശീയോത്സവം. ധർമ്മവും നീതിയും പാലിച്ചു പോന്ന മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്ന ആ കാലഘട്ടത്തിന്റെ ഓർമ്മ പുതുക്കൽ, ആ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനും പകരാനും എല്ലാം ലക്ഷ്യമിട്ടുള്ളതാണ്. അതിൽ വർഗീയ വിഷം ചേർക്കാനുള്ള ശ്രമമാണ് തൃശൂർ പെരുമ്പിലാവ് കല്ലുംപുറം സിറാജുൽ ഉലൂം സ്കൂളിൽ നടന്നത്. ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണെന്നും മുസ്ലിം കുട്ടികൾ പങ്കെടുക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ പാടില്ലെന്നുമായിരുന്നു അധ്യാപകരുടെ സന്ദേശം. രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നതോടെ അധ്യാപികമാരെ തള്ളി സ്കൂൾ മാനേജ്മെന്റ് രംഗത്തെത്തി. ടീച്ചർമാരുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണ് വിശദീകരണം. ഡിവൈഎഫ്ഐ കടവല്ലൂർ വെസ്റ്റ് മേഖലാ സെക്രട്ടറി ഹസൻ കുന്നുംകുളത്തിന്റെ പരാതിയിൽ പോലീസ് അധ്യാപികമാർക്കെതിരെ കേസെടുത്തു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിവ് അനുവദിക്കില്ലെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രിയും അറിയിച്ചു. ഈ വിഷയം നമ്മൾ പരിശോധിക്കുന്നു. ഓണത്തിലും വർഗീയത കാണുന്നു. സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ ഫസൽ ഗഫൂർ, MES സംസ്ഥാന പ്രസിഡന്റ്, തത്സമയം ചേരുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, ഹിന്ദു ആക്ടിവിസ്റ്റ്, ഡോക്ടർ ജോഷി മയാറ്റിൽ, KCBC പ്രതിനിധി, നാസർ ഫൈസി കൂടത്തായി, SYS സംസ്ഥാന സെക്രട്ടറി എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഡോക്ടർ ഫസൽ ഗഫൂർ, ഇത് ഒരു സ്കൂളിൽ നടന്ന അധ്യാപികമാരുടെ മനസ്സിൽ മാത്രം ഉദിച്ച ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമായി താങ്കൾ കാണുന്നുണ്ടോ? ആദ്യം തന്നെ നല്ല സമയത്താണ് നിങ്ങൾ എന്നെ വിളിച്ചിരിക്കുന്നത്. MES ഇന്ന് 100 സ്ഥലത്ത് കേരളത്തിൽ നമ്മളിപ്പോൾ ഈ ഓണം കൊണ്ടാടാനായിട്ട് തീരുമാനിച്ചു. ഇന്ന് ഓണത്തിൻ്റെ പരിപാടി നടക്കുമ്പോഴാണ് താങ്കൾ എന്നെ ഫോണിൽ വിളിച്ചത്. കോഴിക്കോട് സീമ ടീച്ചറാണ് ഉദ്ഘാടനം. ഞങ്ങൾ വർഷങ്ങളായിട്ട് കൊണ്ടാടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇനി താങ്കളുടെ ചോദ്യത്തിലോട്ട് വരുമ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ അല്ലേ എന്നുള്ളത് ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിലെ മുഖ്യ സംഘടനകൾ, അതായത് 2 സമസ്ത, 2 മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, MES, ഇവരൊക്കെ ഇതിൽ വളരെ വ്യക്തമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ചന്ദ്രിക പത്രവും മാധ്യമം പത്രവും ജമാഅത്തെ ഇസ്ലാമിയുടെയാണ്. അത് അവരെന്ത് പറഞ്ഞാലും അത് ജമാഅത്തെ ഇസ്ലാമിയുടെയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമൊക്കെ ഓണപ്പതിപ്പ് വരെ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഓണം വർഷങ്ങളായിട്ട് മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം വ്യക്തികൾ സ്കൂളുകൾ കോളേജിലൊക്കെ കൊണ്ടാടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലെ വർഗീയതയാണ് കാണിക്കുന്നത്. അവർക്ക് അതിന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് തീർച്ചയായിട്ടും ആ മാനേജ്മെൻറ്റിന് നടപടി എടുക്കാവുന്നതാണ്. അവരതിനോട് അനുകൂലിക്കുന്നവരാണെങ്കിൽ അത് തെറ്റാണ്. പിന്നെ തിരിച്ചൊരു കാര്യം കൂടെ പറയാം. ഈ മുസ്ലിം സമുദായ സംഘടനകൾ എല്ലാവരും അവരുടെ ഇഫ്താറുകൾക്ക് മറ്റു മതസ്ഥരെ വിളിക്കുന്നുണ്ടല്ലോ. അത് വ്യക്തമായിട്ടുള്ള ഒരു മതപരിപാടിയാണല്ലോ ഈ ഇഫ്താർ എന്ന് പറഞ്ഞാൽ. നമ്മുടെ നോമ്പ് കാലത്ത് റമദാൻ കാലത്ത് നടത്തുന്ന പരിപാടി. അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ക്ഷണിക്കുന്നുണ്ട്. മാത്രമല്ല പലപ്പോഴും BJPയുടെ അന്നത്തെ പ്രസിഡന്റ്, ഇപ്പോൾ ഗോവ ഗവർണറൊക്കെ ആയിട്ട് പിരിഞ്ഞ ശ്രീധരൻപിള്ളയാണ് കോഴിക്കോട്ടെ സ്റ്റാർ ഹീറോ, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ അതെല്ലാം കാണിക്കുന്നത് ഈ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേശീയോത്സവം മാത്രമല്ല, അതൊരു കൊയ്ത്തുത്സവം കൂടിയാണ്. ഇതേമാതിരി തന്നെ സംക്രാന്തി ആന്ധ്രാപ്രദേശിൽ, പൊങ്കൽ തമിഴ്നാട്ടിൽ, ബൈസാഖി പഞ്ചാബിലൊക്കെ കൊണ്ടാടുന്നുണ്ട്. ഈ 2 സ്ഥലങ്ങളിൽ, ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഞാൻ പഠിച്ചതാണ്. MBBSനും അല്ല MDക്കും DM-നും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അതിൽ കൊണ്ടാടുന്നുണ്ട്. അതിനൊരു ഹൈന്ദവ ആചാരമായിട്ട് ഞാൻ കാണുന്നില്ല. എന്താ കാരണം വെച്ചാൽ ഹൈന്ദവ മതം വരുന്നതിന് മുമ്പുള്ള ഒരു ആചാരമാണത്. കാരണം നമ്മുടെ സനാതന ധർമ്മത്തിന് മുമ്പുള്ള ചില കാര്യങ്ങളുണ്ടാവും, മനസ്സിലായില്ലേ? പ്രീ ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദു തന്നെ പറയാം, അത് ഹിന്ദു തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ആ കാലത്തുള്ള, അതായത് യുഗങ്ങൾക്ക് മുമ്പുള്ള ഒരു ആചാരം, മനസ്സിലായില്ലേ? ആ ആചാരത്തെ പറ്റിയിട്ട്
അത് ആചാരമാണോ ചരിത്രമാണോ അതിലോട്ടൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് നമ്മളിവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലാണ്, സെൻറ്റ് ജോസഫ് മലബാർ ക്രിസ്ത്യൻ കോളേജിലും. അവിടെ ഇത് ആഘോഷിക്കുന്നുണ്ട്. MES മെഡിക്കൽ കോളേജിലും ആഘോഷിക്കുന്നുണ്ട്, MES എല്ലാ സ്ഥാപനത്തിലും ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വേണ്ടാത്ത വർഗീയമായിട്ടുള്ള മാത്രമല്ല പമ്പരവിദ്യയാണ് അത് സർക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കാണെങ്കിൽ അവിടെ യാതൊരു സ്റ്റാൻഡും ഇല്ല. അവർ ആ സ്ഥാപനത്തിൽ ഒരു അധ്യാപിക മാത്രമാണ്. അപ്പോൾ ആ അധ്യാപികക്കെതിരായിട്ട് ഗവൺമെൻറ് എടുത്തിട്ടുള്ള നടപടി ശരിയാണ്. കാരണം ഇത് അനാവശ്യമായിട്ട് വർഗീയമായിട്ടുള്ളൊരു വിഷയം ഉന്നയിച്ചുകൊണ്ട് വെറുതെ ഒരു കശവിഷയം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള അഭിപ്രായം. താങ്കൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തി കൂടിയാണല്ലോ. 2 അധ്യാപകർ മനസ്സിൽ തോന്നിയ ഒരാശയം ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആളുകളിലേക്ക് എത്തിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നിർദ്ദേശമില്ലാതെ അങ്ങനെ നടക്കുമോ? കാരണം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത് ആഘോഷിച്ച് വരികയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാ മതത്തിലുമുള്ള മക്കൾ പഠിക്കുന്നത് കൊണ്ട് എല്ലാ സെലിബ്രേഷനും നടത്തി വരികയായിരുന്നു. പക്ഷേ ഇത്തവണ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. മാത്രവുമല്ല, ഇങ്ങനെയുള്ള മറ്റ് മതസ്ഥരുടെ ചടങ്ങുകൾ ആഘോഷിക്കുന്നത് ഷിർക്കാണ്, അത് ഇസ്ലാമിന് ചേരുന്നതല്ല എന്ന തരത്തിലൊക്കെയുള്ള ന്യായീകരണങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു എയ്ഡഡ് സ്കൂളാണ്, ഇതൊരു പ്രൈവറ്റ് സ്കൂളല്ല, ഒരു CBSE സ്കൂളല്ല. അതെ, ഇത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു എയ്ഡഡ് സ്കൂളാണ്, അല്ലാതെ ഒരു പ്രൈവറ്റ് സ്കൂളോ CBSE സ്കൂളോ അല്ലെങ്കിൽ മൈനോറിറ്റി പദവിയുള്ള പ്രത്യേകതയുള്ള അറബിക് കോളേജോ മറ്റിപ്പോൾ ഒരു അറബിക് കോളേജോ അറബിക് സ്കൂളാണെങ്കിൽ വ്യത്യസ്തമാണ്. കാരണം അത് മതപഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത് അങ്ങനെയല്ലല്ലോ. ഇതൊരു സെക്കുലർ ആയിട്ടുള്ള സ്കൂളാണ്. അവിടെ 80% സീറ്റും മെറിറ്റിലാണ് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? എയ്ഡഡ് സ്കൂളാണെങ്കിൽ 80% സീറ്റ് മെറിറ്റിലാണ്. മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ 20% മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ അധ്യാപകരായിട്ടുണ്ടാവും, വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ വിദ്യാർത്ഥികളായിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കെ ഏതായാലും ഒരു സംഘടനയും ഏറ്റിട്ടില്ലല്ലോ ഇവരെ. അപ്പോൾ അത് നമ്മളങ്ങനെ അതിന് ഉത്തരം പറയേണ്ടത്. ഇത് എന്തെങ്കിലും ചിന്താഗതി ഇതിൻ്റെ പുറയിലുണ്ടോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഘടന ഇതിൻ്റെ പുറയിലുള്ളതായിട്ട് കാണണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെ സമസ്തയുടെ നാസർ ഫൈസി ഉണ്ട്. അത് ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം, കാരണം ഇത് ഇന്ന് വന്നിട്ടുള്ളതുകൊണ്ട് പത്രത്തിലൊന്നും ഞാൻ കണ്ടില്ല ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മനസ്സിലായില്ല, ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടന, മുസ്ലിം സംഘടന ഒരു ആഹ്വാനം നടത്തിയിട്ടില്ല ഇത് കൊണ്ടാടേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആരും ഒരു ആഹ്വാനം നടത്തിയിട്ടില്ല. മറിച്ച് തിരിച്ച് നമ്മുടെ പാണക്കാട് തങ്ങൾ തന്നെ, മുസ്ലിം സമുദായത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവ് എന്ന് പറഞ്ഞാൽ പാണക്കാട് സാദിഖ് അലി തങ്ങളാണ്. അദ്ദേഹം തന്നെ ക്രിസ്മസ് കേക്കായിട്ട് അദ്ദേഹം ബിഷപ്പിനെ കാണാൻ പോയി. മനസ്സിലായി, ആർച്ച് ബിഷപ്പ് കാലിക്കറ്റിലെ ചക്കാലക്കലിന്. ആ ചക്കാലക്കൽ പിതാവ് ഇന്ന് ഞങ്ങളുടെ പരിപാടിയിൽ ഇങ്ങോട്ടും പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പോക്കുള്ളത്. അപ്പോൾ ആ നിലക്ക് ആരാണെന്നുള്ളതെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതിനെതിരായിട്ട് തക്കതായ നടപടി വേണം, അത് തീരുമാനിക്കേണ്ട മാനേജ്മെൻറ്റാണ്. തീർച്ചയായും എല്ലാ ആഘോഷവും, ഓണമെന്നല്ല, എല്ലാ ആഘോഷത്തിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഒത്തൊരുമയും പരസ്പരം കൈമാറലും ഉൾക്കൊള്ളലും അതൊക്കെയാണ് എല്ലാ ആഘോഷത്തിൻ്റെയും ലക്ഷ്യങ്ങൾ. ഓണം പ്രത്യേകിച്ച് ഐതിഹ്യപരമായി പോലും തന്നെ ഈ ഒന്നിച്ചു ചേരലിൻ്റെ എല്ലാവരും ആഘോഷിക്കുന്ന മലയാളികൾക്ക് ദേശീയോത്സവമായിട്ടുള്ള ഒരാഘോഷമാണ്. അതാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വന്നിട്ടുള്ളത്. ശ്രീ നാസർ ഫൈസി കുടത്തായി, ഔദ്യോഗികമായോ അനൗദ്യോഗികമായോ ഓണം ഏതെങ്കിലും ഒരു മതസ്ഥരുടേതാണ്, അങ്ങനെ ആഘോഷിക്കരുത് എന്ന നിർദ്ദേശങ്ങൾ ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ടോ? എന്തെങ്കിലും അങ്ങനെ ഓണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മതവിശ്വാസങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടോ? അല്ലേ, ഓണം മാത്രമല്ല, പെരുന്നാളായിരുന്നാലും വിഷു ആയിരുന്നാലും അതുപോലെ ക്രിസ്മസ് ആയിരുന്നാലും ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇന്ന് കാണുന്ന ആഘോഷ പരിപാടികളൊക്കെ പരസ്പരം അങ്ങും ഇങ്ങും സൗഹൃദത്തിന് വേണ്ടി ആഘോഷിക്കപ്പെടുന്ന പല തരങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ മതവിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് അത്തരം ആഘോഷങ്ങൾ ആഘോഷിക്കപ്പെടുന്നുമുണ്ട്. പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബക്രീദ് ആയിരുന്നാലും മറ്റ് ഇസ്ലാം മത വിശ്വാസപ്രകാരം മുസ്ലിമീങ്ങൾ അത് അവരുടെ വിശ്വാസപ്രകാരം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആരാധനയുടെയും ഭാഗമായിക്കൊണ്ട് തുടരുമ്പോഴും ഇതര മതസ്ഥരുമായിക്കൊണ്ട് സൗഹൃദം പുലർത്താനും മതസ്ഥർ മുസ്ലിമീങ്ങളുടെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനും ഇഫ്താർ പോലുള്ള വേദികളിൽ ഇഫ്താറിൽ പങ്കെടുക്കാനൊക്കെ നോമ്പ് തുറയുടെ സമയത്തൊക്കെ വരുന്നതും ഒക്കെ സൗഹൃദപരമായിക്കൊണ്ട് മുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾ മാറാറുണ്ട്. എന്ന പോലെ തന്നെ ക്രിസ്മസ് ആയിരുന്നാലും ഓണമായിരുന്നാലും വിഷു ആയിരുന്നാലും മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളുടെയോ ഐതിഹ്യങ്ങളുടെയോ തലങ്ങളിൽ നിന്നുകൊണ്ട് അവർ ആഘോഷിക്കപ്പെടുമ്പോഴും അവരുടെ ആഘോഷ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതവിശ്വാസികൾ അവരുടെ മതവിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്തുമ്പോൾ തന്നെ ആഘോഷങ്ങൾ
വിരുന്നുകളിലും അവരുടെ സൗഹൃദപരമായ വിരുന്നുകളിലും ഒക്കെ പങ്കെടുക്കുന്നത് കൊണ്ട് മതം ഒരിക്കലും അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ആരാധന കർമ്മങ്ങളിലോ പങ്കുചേരാൻ ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല മറ്റു മതസ്ഥർക്കും അത് സാധ്യമല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹിന്ദു വിശ്വാസം പുലർത്തിക്കൊണ്ട് മുസ്ലിമുകളുടെ ആഘോഷങ്ങൾ പങ്കെടുക്കുമ്പോൾ അവരുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാകുന്ന ഇസ്ലാമിന്റെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും അവരുടെ ആഘോഷങ്ങൾ മുസ്ലിമുകളുമായി കൊണ്ട് മിങ്കിളാവാനും മുസ്ലിങ്ങളുമായി കൊണ്ട് അവരുടെ ആരാധനകളിൽ ചേരാനോ ഹൈന്ദവ മതവിശ്വാസികളും തയ്യാറല്ല. എന്നാൽ പോലും മുസ്ലിമുകളുടെ ആഘോഷങ്ങളിൽ പൊതുവായി ഒരു ബഹുസ്വര സമൂഹത്തിൽ ആഘോഷിക്കപ്പെടുന്നവ അവർ പങ്കുചേരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന പോലെ തന്നെ ക്രിസ്മസിനായിരുന്നാലും ഓണത്തിനായിരുന്നാലും എത്രമേൽ സൗഹൃദപരമായി മാനവികത ഉയർത്തിപ്പിടിക്കുന്ന പരിധികൾ എത്രയുണ്ടോ അതേതറ്റം വരെയും പോയിക്കൊണ്ട് ആ മാനവിക സൗഹൃദപരമായ വിരുന്നുകളുടെയും സൽക്കാരങ്ങളുടെയും സൗഹൃദങ്ങളുടെയും തലങ്ങളിൽ നിന്ന് അത് പരസ്പരം സൗഹൃദത്തിൽ നിന്നുകൂടെ മാറാം. അപ്പോഴും അവരുടെ വിശ്വാസങ്ങളെ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഐതിഹ്യം എന്നത് ഓണത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ഐതിഹ്യമുണ്ട്. ഓണം വാമനന്റെ ജന്മദിനമാണ് എന്ന് ആഘോഷിക്കപ്പെടുന്നുണ്ട്. ആ വാമനന്റെ ജന്മദിനത്തിൽ മഹാബലി നമ്മുടെ നാടിനെ കാണാൻ വേണ്ടി വരുന്നു എന്ന വിശ്വാസം ഹൈന്ദവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന വാമനൻ, ത്രേതായുഗം എന്ന് പറയുന്നത് യുഗാന്തരങ്ങൾക്ക് അപ്പുറത്താണ്. അതുകൊണ്ട് നമ്മുടെ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വിശ്വാസങ്ങൾ ഹൈന്ദവ സമുദായം വിശ്വസിക്കുമ്പോൾ അത് വാമനന്റെ ജന്മദിനമാണെന്ന വിശ്വാസത്തോടുകൂടി ഹൈന്ദവ മതവിശ്വാസികൾ അത് ആഘോഷിക്കപ്പെടട്ടെ. അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. അവർ പൂക്കളം ഉണ്ടാക്കുന്നതും മഹാബലിയെ സ്വീകരിക്കുന്നതും മഹാബലിയെ വരവേൽക്കുന്നതും അത് അവരുടെ വിശ്വാസമാണ്. എന്നാൽ ആ തലത്തിൽ കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഓണാഘോഷിക്കുന്ന ഹൈന്ദവ സമൂഹത്തോട് മാനുഷികപരമായും മാനവീയപരമായിട്ടും സൗഹൃദപരമായി കൊണ്ട് നിൽക്കാം. ഇതിന്റെ അർത്ഥത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ മതസ്പർദ്ധകൾ ഉണ്ടാക്കുന്ന വിശ്വാസപരമായി വരുന്ന ഈ മാറ്റങ്ങൾ ഇസ്ലാം മതവിശ്വാസികളെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നതാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? അല്ല, ഞാൻ പറയുന്നതിലേക്ക് അപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് വളരെ കൃത്യവും വ്യക്തവുമാണ്. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും തലത്തിൽ നിന്നുകൊണ്ട് ഓരോ മതവിശ്വാസികളുടെയും ആഘോഷങ്ങൾ അവർക്കത് വിശ്വാസപരമായി കൊണ്ടുണ്ട്. ആ മതത്തിന്റെ അനുയായികൾ അവരുടെ വിശ്വാസപരമായി അത് ആഘോഷിക്കട്ടെ. എന്നാൽ അവരുടെ വിശ്വാസത്തിൽ പങ്കുചേരാതെ അവരുടെ ആചാരങ്ങളിലും അവരുടെ അത് തന്നെയാണല്ലോ ശ്രീ നാസർ ഫൈസി കൂടത്തായി ഇവിടുത്തെ പ്രശ്നം. ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ ദേശീയോത്സവമാണ്. ഏതെങ്കിലും ഒരു മതത്തിന്റെ ഉത്സവമായി അതിനെ കൂട്ടിക്കെട്ടിയിട്ടില്ലല്ലോ. ഓണം ദേശീയോത്സവമാണ് എന്ന അടിസ്ഥാനത്തിൽ ദേശത്തിലെ എല്ലാ നിവാസികൾക്കും അവരുടെ പരസ്പരമുള്ള സൗഹൃദത്തിന്റെ ഭാഗമായി കൊണ്ട് അത് ആഘോഷിക്കപ്പെടുന്നുണ്ടല്ലോ. അതിനാരും ഇവിടെ എതിർ പറയുന്നുണ്ടല്ലോ. അത് വിശ്വാസപരമായി അതിനൊരു ഐതിഹ്യമുണ്ടല്ലോ. ഓണത്തിനൊരു ഐതിഹ്യമുണ്ടല്ലോ, അല്ലെങ്കിൽ ഓണത്തിന് ഒരു വിശ്വാസത്തിന്റെ ഭാഗമുണ്ടല്ലോ. ആ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഐതിഹ്യത്തെ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. എന്നാൽ പോലും അവർക്ക് ദേശീയോത്സവം എന്ന നിലയിൽ തന്നെ ഹൈന്ദവ മതവിശ്വാസികളോടൊപ്പം ചേർന്നുകൊണ്ട് മതപരമായ സൗഹൃദങ്ങളുടെയും മാനവികമായിരിക്കുന്ന സമവായത്തിന്റെയും തലത്തിൽ അവരോടൊപ്പം നിൽക്കുകയും അവരവരുടെ ഭക്ഷണങ്ങളിലും അവരവരുടെ സൗഹൃദ വിരുന്നുകളിലും അവരവരുടെ സോഷ്യൽ ഇടങ്ങളിലും ഓണ ദിവസങ്ങളിലും പെരുന്നാൾ ദിവസങ്ങളിലും ഒക്കെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദപരമായി കൊണ്ടുണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് വിശ്വാസവുമായി അതിന് കൂട്ടിക്കുഴക്കേണ്ട കാര്യമേ ഇല്ല. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂളിൽ എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടാവും. അവരുടെ രക്ഷിതാക്കളോട് ഇത് മുസ്ലിമീങ്ങൾ അത് പാടില്ല, ഇത് ഷിർക്കാണ് എന്ന വിധത്തിൽ ഒരു നിലക്കും രക്ഷിതാക്കൾക്ക് അതിന് മെസ്സേജ് കൊടുക്കാൻ പാടില്ല. അത് തികച്ചും തെറ്റു തന്നെയാണ്. അത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആയിരുന്നാലും ഗ്രൂപ്പിലായിരുന്നാലും ശരി, ഒരിക്കലും അത് ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം അത്തരം മെസ്സേജുകൾ ഉണ്ടായിത്തീരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ പൊതു കൾച്ചറിന് അത് വിരുദ്ധമാണ്. അത്തരം വർഗീയപരമായ ഒരു ചേരിതിരിവിലേക്ക് പോകാൻ പാടില്ല. ഇപ്പോ താങ്കൾ ഇത് കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞുവല്ലോ. ഇവിടെ ഇപ്പോൾ ഈ വന്ന മെസ്സേജിൽ പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ ഒന്ന് താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഓണവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ഹിന്ദുക്കളുടേതാണ്. അതിനാൽ മുസ്ലിം വിഭാഗത്തിലുള്ളവർ അത് പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളോ വേഷവിധാനങ്ങളോ പാടില്ല എന്നതായിരുന്നു നിർദ്ദേശം. അതിന് മുന്നോടിയായി പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ പാവാടയൊക്കെ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ വേഷവിധാനം എന്ന് പറയുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ വേഷവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടോ? അങ്ങനെ ഏതെങ്കിലും മതത്തിൻ്റെ വേഷവിധാനം ഉൾക്കൊള്ളേണ്ട, അല്ലാണ്ട് ഉള്ള പങ്കാളിത്തം മതി ഓണത്തിന് എന്നതാണോ താങ്കളും സൂചിപ്പിക്കുന്നത്? അല്ല, ഒരു സ്കൂൾ തലത്തിൽ നിന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത് ബഹുസ്വരതയാണ്. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ ബഹുസ്വരത അവർ പകർന്നെടുക്കേണ്ടതാണ്.
എന്നാൽ മതവിശ്വാസികളുടെ മതവിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്തേണ്ടത് മതകലാലയങ്ങളിൽ നിന്നുകൊണ്ടാണ്. ഒരു മതകലാലയത്തിൽ നിന്നുകൊണ്ട് അവരുടെ വിശ്വാസം എന്താണ്, അവിശ്വാസം എന്താണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ മതകലാലയങ്ങളിൽ ഇതിന് സൗകര്യങ്ങളുണ്ട്. ഒരു സെക്യുലർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വെച്ചുകൊണ്ട് മതത്തെ സംബന്ധിച്ചും അന്യമത വിരുദ്ധത്തെ സംബന്ധിച്ചുകൊണ്ടും ഒരിക്കലും മെസ്സേജ് പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മെസ്സേജുകൾ കമ്മ്യൂണൽ ചേരിതിരിവിന് കാരണമാകുമെന്ന് പറയാനുള്ള കാരണം. അവിടെ നടക്കുന്ന ആഘോഷങ്ങൾ, ആ ആഘോഷത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ആഘോഷം എന്ന നിലയിലും പരസ്പരമുള്ള സൗഹൃദം എന്ന നിലയിലും അതിനെ ഉൾക്കൊള്ളണം. എന്നാൽ അതിനപ്പുറത്തേക്ക് ഐതിഹ്യമാണ് എന്ന വിശ്വാസവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുസ്ലിം എന്നല്ല ഒരു ഹിന്ദുവിന് പോലും അത് കഴിയില്ല. ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബക്രീദിന്റെ ആഘോഷങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ അവിടെ ബലികർമ്മം നടത്തുന്നത് ഇന്ന കർമ്മത്തിനാണ്, അതല്ലെങ്കിൽ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ നിങ്ങൾ പെരുന്നാൾ കഴിച്ചോളൂ, നിങ്ങൾ നോമ്പ് തുറന്നോളൂ എന്നൊരു ഹിന്ദു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരും പറയില്ല. അതെ, അത് ഓരോ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടും ഓരോ മതത്തിന്റെ ആചാരങ്ങളും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടും അങ്ങനെ പറയാം. പക്ഷേ ഓണം അങ്ങനെയാണോ എന്നതാണല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഓണം ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണോന്നോ? ഞാൻ ഫാദർ മയ്യാട്ടിലേക്ക് വരുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ഡോക്ടർ ഫസൽ ഗഫൂറിലേക്ക് ഒന്ന് പോവുകയാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച, നാസർ ഫൈസി കൂടത്തായി സൂചിപ്പിച്ച കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ആഘോഷത്തിൽ പങ്കാളികളാകുന്നതിന് പ്രശ്നമില്ല, ആഘോഷം ദേശീയോത്സവം, അതിനപ്പുറം മറ്റുള്ള പങ്കാളിത്തം, ഐതിഹ്യപരമായിട്ടുള്ള വിഷയങ്ങളിലൊന്നുമുള്ള പങ്കാളിത്തം വേണ്ട എന്ന് സൂചിപ്പിക്കുന്നു അദ്ദേഹം. പറഞ്ഞോളൂ. അല്ല, അത് ഞാൻ വ്യക്തമാക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ തെറ്റായ ധാരണയാണ് ഇതൊരു ഹിന്ദു ഫെസ്റ്റിവലാണ്. കാരണം ഞാൻ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതിലെ ഹീറോ എന്ന് പറഞ്ഞാൽ മഹാബലിയും ഇതിലെ വില്ലൻ വാമനുമാണ്. ഈ അടുത്ത കാലത്ത് വടക്കേ ഇന്ത്യയിൽ ഈ മഹാബലിയെ എടുത്തു കളയണം, മഹാബലി വില്ലൻ തന്നെയാണ്, അതുകൊണ്ട് ഇതിനെ വാമന ഇതായിട്ട് പൂജിക്കണം എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ടുള്ള ഇത് വന്നു. അതിനെ ഉടനെ തന്നെ തമിഴ്നാട്ടിലുള്ളവരും പിന്നോക്ക ജാതികളും ദളിതരൊക്കെ എതിർത്തിട്ടുണ്ടായിരുന്നു. കാരണം അവരെതിർക്കാനുള്ള കാരണം അവർ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ബ്രാഹ്മണ മേധാവിത്വം, അതായത് വാമനൻ ഒരു ബ്രാഹ്മണനാണ്, അല്ലെങ്കിൽ ഒരു ആര്യനാണ്, ഒരു ദ്രാവിഡ നാട്ടിൽ വന്നിട്ടുള്ള അസുരനായിട്ടുള്ള ഇത് ദ്രാവിഡ അസുര പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ദ്രാവിഡ അസുര പോരാട്ടം എന്ന് പറയുമ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ദശാബ്ദങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, നമുക്കറിയുടെ ചരിത്രമാണ്. അപ്പോൾ ഇതൊരു ഐതിഹ്യമായി മാറുന്നു. മനസ്സിലായി, ഒരുപാട് ഐതിഹ്യങ്ങൾ കേരളത്തിലുണ്ടല്ലോ. അപ്പോൾ ആ ഐതിഹ്യങ്ങളുടെ കാര്യത്തിൽ എന്നോട് ചോദിക്കുകയാണ്, ആക്ച്വലി ഇത് ആൻറ്റി ഹിന്ദു ആണ് അങ്ങനെയാണെങ്കിൽ. കാരണം ഹിന്ദു സനാതന ധർമ്മത്തിനെതിരായിട്ടുള്ള, കാരണം ഹിന്ദു സനാതന ധർമ്മത്തിൽപ്പെട്ടാണ് ദശാവതാരത്തിൽപ്പെട്ടിട്ടുള്ള വ്യക്തിയാണല്ലോ വാമനൻ, മനസ്സിലായില്ലേ? അപ്പോൾ വാമനൻ്റെ എതിരാളിയെ നമ്മൾ ഇതാക്കുന്നു. അതേമാതിരി തന്നെ മഹിഷാസുരനെ പൂജിക്കുന്ന ആൾക്കാരുണ്ട് കർണാടകയിൽ. രാവണോത്സവം ഇല്ല അവിടെ. അതേമാതിരി തന്നെ നമ്മുടെ രാവണ ലീലയില്ല അവിടെ, മനസ്സിലായില്ലേ? അപ്പോൾ അത് തമിഴ്നാട്ടിൽ. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് വലിയ നമുക്കറിയാം, ഉദയനിധി സ്റ്റാലിനൊക്കെ അത് വലിയ പ്രശ്നമാക്കിയിട്ട് സനാതന ധർമ്മത്തിനെ എതിർക്കുന്നു, അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പോരാട്ടമുണ്ട്. ആ പോരാട്ടങ്ങളാണ് അതിൻ്റെ വിശ്വാസത്തിൻ്റെ പോരാട്ടം. ആ വിശ്വാസത്തിൻ്റെ പോരാട്ടത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഉദാഹരണം, ഞാൻ ആ വിശ്വാസത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഞാൻ കണ്ട കാഴ്ചപ്പാടാണ്. നാസർ ഫൈസിക്ക് ആ കാഴ്ചപ്പാടില്ല, കാരണം അദ്ദേഹം പ്രോബ്ലി മാറ്ററിലോട്ട് ഡീപ്പായിട്ട് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ ഒരു ഇസ്ലാമിക വ്യക്തിക്ക് അതിൽ പോകേണ്ട ആവശ്യമില്ല. ഞാൻ ചരിത്രപരമായി പഠിച്ചു, അതിൻ്റെ രാഷ്ട്രീയം പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത് നിങ്ങൾ വേഷങ്ങളെപ്പറ്റി പറഞ്ഞു, അതും ഞാൻ തിരുത്തിത്തരാം. നിങ്ങളുടെ തെറ്റായ ധാരണയാണ് ഇന്ത്യൻ ഒരു വസ്ത്രമാണ് ഈ സാരി എന്നുള്ളത്. സാരി ഹെലേന എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അലക്സാണ്ടറിൻ്റെ അംബാസിഡറായിരുന്ന മെഗാസ്തിനസിൻ്റെ ഭാര്യയാണ് ഇവിടെ കൊണ്ടുവരുന്നത്, മനസ്സിലായി? ഇതൊക്കെ ചരിത്രത്തിൽ പഠിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഗ്രീക്ക് ദേവതമാരുടെ ഡ്രസ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഈ സാരി ഉടുക്കുന്ന മാതിരിയാണ് അവർ ഉടുക്കുന്നത്. നമ്മളുടെ ഡ്രസ്സ് അല്ല അത്, മനസ്സിലായില്ലേ? ഈ കേരളത്തിലെ സ്ത്രീകൾ നിങ്ങൾക്കറിയാം, ഒരു 500 കൊല്ലങ്ങൾക്ക് മുമ്പ് സാരിയൊന്നുമല്ല ഉടുത്തിരുന്നത്. അപ്പോൾ ഈ സാരി സെറ്റുമാണ് ഇവരിപ്പോൾ ഓണത്തിന് ഉടുക്കുന്നത്. അപ്പോൾ അതിനർത്ഥം അതിന് മതപരമായിട്ടുള്ള ഒരു സംഭവമൊന്നും അതിലില്ല, മനസ്സിലായില്ലേ? നോർത്ത് ഇന്ത്യയിൽ അധികം ആൾക്കാർ സൽവാർ കമ്മീസല്ല ഇടുന്നത്. അപ്പോൾ എത്തരത്തിലുള്ള ഒരു സംഭവം വേഷത്തിൻ്റെ ഇല്ല. പക്ഷെ ആ ക്ലിപ്പിൽ പറഞ്ഞ ആൾക്ക് യാതൊരു വിവരവുമില്ല, വെറും ഒരു വർഗീയവാദിയാണെന്നുള്ളതിൻ്റെ തെളിവാണ് അവർ വേഷത്തിൻ്റെ കാര്യം കൊണ്ടുവന്നത്. എന്താ വേഷത്തിൻ്റെ കാര്യം കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഈ സ്ത്രീകളെല്ലാവരും ഈ സെറ്റ് മുണ്ടെന്നൊക്കെ പറഞ്ഞതിന്, മനസ്സിലായില്ലേ? അതൊക്കെ ഉടുത്തിട്ട് നമ്മളറിയാലോ ആ ഡ്രസ്സിൻ്റെ ഇത് പ്രത്യേകത ഞാൻ മാഡത്തിനെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് നിൽക്കുന്നു. എവിടെയാണ് പ്രശ്നം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു പൂജ ഉണ്ടെന്ന് വിചാരിച്ചോ, ആ പൂജയിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ.
പൂജ നടക്കുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അത് പൂജ ഹൈന്ദവ ഇതിനോട് ചേർന്ന് ഇനിയിപ്പോൾ ശരി വാമനൻ തന്നെ അവതാരമായിട്ട് വിചാരിച്ചുകൊണ്ട് നടുക്കുള്ള കൊണ്ട വാമനനാണെന്ന് പറഞ്ഞിട്ട് അതിന് ഒരു പൂജ നടത്തണം, അതിൽ പങ്കെടുക്കേണ്ട, നിങ്ങൾ മാറിയെന്നുള്ളൂ. ഇപ്പം നേരത്തെ തന്നെ ഞാൻ പറയാം, നമ്മുടെ നാസർ ഫൈസി പറഞ്ഞ മാതിരി നമ്മുടെ ഇതിനൊക്കെ നമ്മളെ നോമ്പ് തുറക്ക് മനസ്സിലായില്ലേ, ഇഫ്താറിന് അവിടെ നമ്മുടെ ഹൈന്ദവ അല്ലെ ക്രൈസ്തവ സുഹൃത്തുക്കൾ ഒരു സൈഡിൽ മാറി നിൽക്കും. അതേ ഹാളിൽ തന്നെയാണ് മറ്റുള്ളവർ നിസ്കരിക്കുന്നതും പല സ്ഥലത്തും മുസ്ലിമുകൾ നിസ്കരിക്കുന്നത്. അപ്പോൾ അവർ മാറി നിൽക്കുന്നു, അവർ പങ്കെടുക്കുന്നു, ഇതിലൊക്കെ ബാക്കിയുള്ളവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്നു മനസ്സിലായില്ല, അപ്പോൾ അതിലെല്ലാം നടത്തും. പക്ഷേ അവർ അതിൽ പങ്കെടുക്കും. അതാണ് വിശ്വാസപരമായ കാര്യത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ ആ നിലക്ക് ഇതിൻ്റെ ഐതിഹ്യം നമുക്ക് ഉൾക്കൊള്ളാം. ഇതിൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യത്തിൽ ഹൈന്ദവ സമുദായത്തിൽ തന്നെ കടുത്ത അഭിപ്രായ വ്യത്യാസം, ആര്യ ദ്രാവിഡ സംവാദത്തിൻ്റെ ഭാഗമായിട്ട് കടുത്ത അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ മനസ്സിലായില്ലേ, ഇപ്പോൾ കീമായണ എന്ന് പറഞ്ഞിട്ട് ദ്രാവിഡ ഇതിനെ കളിയാക്കിക്കൊണ്ട്, രാമായണത്തിനെ കളിയാക്കിക്കൊണ്ട് മനസ്സിലായ രാവണനെ പുകഴ്ത്തിക്കൊണ്ട് പടം വന്നു, കുരുക്ഷേത്രം വന്ന് ദർശൻ്റെ പടം ഇപ്പോൾ ഉള്ള അറിയാലോ, നടൻ ദർശനം. അപ്പോൾ അതിൽ ഇതൊക്കെ നമ്മുടെ അതിൽ ഹീറോ ആരാന്ന് വെച്ചാൽ നമ്മുടെ ദുര്യോധനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഹൈന്ദവ സമുദായം എന്ന് പറഞ്ഞാൽ വലിയ വിട്ടുവീഴ്ചകളുള്ളതാണ് മതത്തിൽ. അപ്പോൾ വിട്ടുവീഴ്ചകളുണ്ടോ, ആ വിട്ടുവീഴ്ചയുടെ ഭാഗമായിട്ട് നമ്മൾ കരുതിയേച്ചാൽ മതി. ശരി, എന്തായാലും ആചാരങ്ങളുമായി ബന്ധപ്പെട്ടും ചരിത്രം വളച്ചൊടിക്കുന്നു എന്ന തരത്തിലും ഒക്കെ പലതരത്തിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അത് ശബരിമലയിൽ ബാബരുമായി ബന്ധപ്പെട്ടായാലും ഓണവുമായി ബന്ധപ്പെട്ടായാലും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയുണ്ടോ ആ വിഷയത്തിൽ രാഹുൽ ഈശ്വർ നമുക്കൊപ്പം അല്പസമയത്തിനകം തന്നെ ചർച്ചയിൽ പങ്കെടുക്കും. അതിനു മുൻപ് ഞാൻ ഫാദർ മയാറ്റിലേക്ക് പോവുകയാണ്. ഫാദർ മയാറ്റിൽ, ഇവിടെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് വിവിധ മതസ്ഥർ നടത്തുന്ന സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ എല്ലാ മതത്തിലും പെട്ട വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഈ അധ്യാപകർ എന്ന് പറയുന്നത് കുട്ടികളുടെ ലൈഫിൽ അവരെങ്ങനെ ഇൻഫ്ലുവൻസ് ചെലുത്തും എന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു അധ്യാപകരുടെ ഭാഗത്തു നിന്നാണ് ഈ വിധത്തിലുള്ള വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിൽ, അതും കുഞ്ഞു കുട്ടികളോടാണ്, പ്രീ സ്കൂളിലെ കുട്ടികളോടും LKG വിഭാഗം കുട്ടികളോടുമാണ് ഈ അധ്യാപകർ, അവരുടെ രക്ഷിതാക്കളോടാണ് ഇവർ സംവദിക്കുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ എന്താണ് നമ്മളുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്നത്? ഈ കുഞ്ഞു പ്രായത്തിലെ തന്നെ അവരിലേക്ക് വിദ്വേഷം ഇതുപോലെ ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുകയാണോ? ഇതൊരൊറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ കഴിയുമോ? അതോ ഇപ്പോൾ ഈ മാനേജ്മെന്റ് തന്നെ പറയുന്നത് അവരുടെ യാതൊരു അറിവോടെയും അല്ല, അധ്യാപകർ അവർക്ക് തോന്നിയത് പറയുന്നു എന്ന വിധത്തിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇതുപോലെയുള്ള വിദ്വേഷം പേർന്ന അധ്യാപകർക്ക് അതൊക്കെ കുട്ടികളിലേക്ക് നിർബാധം ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണോ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ളത്? സത്യത്തില് ആ അധ്യാപിക ചെയ്തത് അത് തെറ്റാണെന്ന് ആ മാനേജ്മെന്റ് തന്നെ പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണെന്ന് പൊതുസമൂഹം പറയുന്നു. ഇപ്പോൾ സംസാരിച്ച ശ്രീ നാസർ ഫൈസിയും ശ്രീ ഗഫൂറും ഒക്കെ അത് കൃത്യമായിട്ട് പറയുന്നു. എന്ന് മാത്രമല്ല, അത് തെറ്റാണെന്ന് സർക്കാർ തന്നെയും കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു. ഒരു സസ്പെൻഷൻ തന്നെ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. അപ്പോ ഇത് വർഗീയത ബാധിച്ച വ്യക്തികൾ പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുകയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയ അപകടം ഉണ്ടാക്കും. അത് ഞാൻ അതിനെ ഒറ്റപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതിനെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്നിച്ച് തള്ളിപ്പറയുന്നത് കാണുന്നത് സന്തോഷമുണ്ട്. എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഇതൊരു മതപരമായ ഒന്നാണ് എന്ന് എപ്പോഴാണ് ഓണം മതപരമായ ഒന്നാണ് എന്നുള്ള ചിന്ത നമ്മുടെ ഇടയിൽ വന്നത്? ഞങ്ങളൊക്കെ ചെറുപ്പത്തില് സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. കേരളത്തിന്റെ ദേശീയോത്സവമാണ് ഓണം. ഞാൻ അതിനെപ്പോഴും കണ്ടിട്ടുള്ളത് ഒരു മൂല്യങ്ങളുടെ ആഘോഷം എന്ന രീതിയിൽ. പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് ഒരു പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ പോസ്റ്റ് ട്രൂത്ത് സൊസൈറ്റി എന്നൊക്കെ പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ മൂല്യങ്ങളുടെ ഇത്തരം ആഘോഷങ്ങൾ വളരെ ആവശ്യമാണെന്നുള്ളതാണ്. വളരെ വളരെ ആവശ്യമാണ്. ഞാന് ഓണം വരുമ്പോൾ എനിക്ക് സന്തോഷമുള്ളത് സങ്കീർത്തനം 15 ഞാൻ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. കാരണം അത് മൂല്യങ്ങളുടെ ആഘോഷമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. എത്ര ഭംഗിയായിട്ട് ഒരു കൾച്ചറലായ രീതിയിൽ നമുക്ക് എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ അതിനെ നമുക്ക് ആഘോഷിക്കാൻ കഴിയും എന്നുള്ളത്
ഇനി രസകരമായ കാര്യം, നമ്മൾ ഈ പറയുന്ന ഓണത്തിന്റെ പാട്ടുണ്ടല്ലോ, മാവേലി നാടുവാണീടും കാലം, ഈ പാട്ടിന്റെ ഏറ്റവും പഴക്കം ഉള്ള പകർപ്പ് ആര് എഴുതി സൂക്ഷിച്ചതാ? സക്കറിയ സാറ് അത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, പുസ്തകത്തിലെ രൂപത്തിൽ പുറത്തുകൊണ്ട്. ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റിയില് ഇവിടെ ഉണ്ടായിരുന്ന ഗുണ്ടർട്ട്, അദ്ദേഹം ഒരു മിഷണറി ആയിരുന്നു, ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നു. അദ്ദേഹം കളക്ട് ചെയ്ത ഒരു ഗീതമാണത്. ഏറ്റവും പഴക്കമുള്ള പകർപ്പ് ഒന്ന് ഒരു താളിയോല പകർപ്പായിട്ടും മറ്റൊന്നൊരു നോട്ട് പകർപ്പായിട്ടും. അത് ആദ്യത്തെ ഒരു പകർപ്പായിട്ടുള്ളത് ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ ശേഖരത്തിലാണ് അതുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി അത് മാത്രമല്ല, ഇത് ആദ്യമായിട്ട് അടിക്കപ്പെട്ടത് എവിടെയാ? സാൻ തോമസ് പ്രസിലാണ് ആദ്യത്തെ പതിപ്പ്. ഈ ഓണത്തിന്റെ പാട്ട് അച്ചടിക്കപ്പെടുന്നത് സാൻ തോമസ് പ്രസിലാണ്. അത് അവര് തന്നെയാണ് പിന്നെ രണ്ടാമത്തെ ഒരു പതിപ്പ് കൂടി ഇറക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനെ ഒരു മതത്തിന്റെ സംഗതിയായിട്ട് ആരാണ് അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്? ഇനി ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ വാമന ജയന്തി എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റാൻ കേരളത്തിലെ ചില സ്വരങ്ങൾ ഉയരുന്നുണ്ട്. സത്യത്തിൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. മാവേലി കൺസെപ്റ്റ് മൂല്യങ്ങളുടെ ഉത്സവമായും പ്രത്യേകിച്ച് ദ്രാവിഡ സംസ്കാരത്തിന്റെ ഒരു നന്മ പറച്ചിലുമായിട്ടും കാണുന്ന ഒരു കാര്യത്തെ അത് മതപരമായ ഒരു കാര്യമായിട്ട് വ്യാഖ്യാനിക്കുകയും അതിനെ ഒരു വാമന ജയന്തിയാക്കി മാറ്റണമെന്നുള്ള നിർബന്ധങ്ങൾ പലയിടത്തു നിന്നൊക്കെ വരികയും ചെയ്യുമ്പോൾ അവിടെയാണ് അത് മതപരമായ ഒന്നാക്കി മാറ്റാനുള്ള ശ്രമം. അതിന് നമ്മൾ നമ്മുടെ ഒരു സാംസ്കാരിക ആഘോഷത്തെ വിട്ടുകൊടുക്കണമോ? ഇതാണ് എന്റെ ചോദ്യം. അപ്പോഴ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാന് ഈ മേഖലയിൽ വളരെ രസകരമായ കുറെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ റോമില് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ മലയാളികൾക്ക്, നിങ്ങൾക്കറിയാമല്ലോ, ഈ വിദേശ മലയാളികൾക്കാണ് ഓണം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് വരുന്നത്. അവിടെ ഞാൻ എൻ്റെ കൂടെ കുറെ ചെറുപ്പക്കാര് ഞായറാഴ്ചകളിൽ ഒത്തുചേരുമായിരുന്നു. അപ്പൊ അവരുമായിട്ട് കുറെ നേരം ചെലവഴിക്കും, പ്രാർത്ഥിക്കും, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഒരു പ്രാവശ്യം അവര് പറഞ്ഞു, അച്ഛാ വരുന്ന വ്യാഴാഴ്ച ഓണമാണ് നാട്ടില്. അപ്പൊ അവരുടെ ഭാവം എനിക്ക് മനസ്സിലായി, അവരുടെ ആ താല്പര്യം. ഞാൻ പറഞ്ഞു, അതിനെന്താ, നമുക്ക് വരുന്ന ഞായറാഴ്ച ഓണാഘോഷം നടത്തിയേക്കാം. അങ്ങനെ വരുന്ന ഞായറാഴ്ച അവരെല്ലാവരും എത്തി. പതിവ് പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. അന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ സങ്കീർത്തനം 15 ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. വളരെ സുന്ദരമായി. ആരാണ് കർത്താവിന്റെ മുമ്പിൽ നിൽക്കുക, ആരാണ് വിശുദ്ധ മലയിൽ പ്രവേശിക്കുക എന്ന ചോദ്യം ചോദിച്ചിട്ട് പറയുന്നത് മുഴുവൻ സത്യം മാത്രം പറയുന്നവൻ, വഞ്ചന ഇല്ലാത്തവൻ, ഇങ്ങനെ നന്മകളുടെ പുണ്യങ്ങളുടെ വലിയൊരു ആഘോഷമാണ് ആ സങ്കീർത്തനം. ഞാനതെടുത്ത് അന്ന് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഓണ പായസവും ഒക്കെ കഴിച്ച് പിരിഞ്ഞു. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഇതിനുശേഷം പിറ്റേ ഞായറാഴ്ച ഇത് സെലിബ്രേറ്റ് ചെയ്ത കൂട്ടത്തിൽ ഒരാള് തിരികെ വന്നു. ഇതുപോലെ തന്നെ ആ ഞായറാഴ്ചയും ഒന്നിച്ച് എല്ലാവരും കൂടിയപ്പോ വന്നിട്ട് എന്നോട് പറയാണ്, അത് വളരെ സുന്ദരമായിരുന്നു, കഴിഞ്ഞ ഞായറാഴ്ചയിൽ നമ്മുടെ ആ പ്രാർത്ഥനയും ഓണാഘോഷമൊക്കെ വളരെ സുന്ദരമായിരുന്നു. വളരെ സുന്ദരം. ആ സങ്കീർത്തനം ഓണത്തിന് പറ്റിയത് തന്നെ. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും മൂല്യങ്ങളുടെ ആഘോഷം എന്നുള്ള ഉത്സവം എന്നുള്ള രീതിയിൽ നമ്മൾ ഓണത്തെ കണ്ടാൽ 15-ാം സങ്കീർത്തനം സൂപ്പറാണ്, അത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നും പറഞ്ഞു. അപ്പോഴാ പറയുന്നത്, അല്ലച്ച അങ്ങനെയല്ല, അത് എന്നെ വ്യക്തിപരമായി സ്പർശിച്ചു. ഞാനൊരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. അതായത് ആ വ്യക്തി അതുവരെ അന്ന് പറഞ്ഞത് എന്താണെന്നറിയാവോ, ഞാൻ ബില്ലെത്തി തിമ്പ്രാര ചെയ്യാൻ തുടങ്ങി. ഇറ്റാലിയൻ ഭാഷയിലാണ് ബില്ലെത്തി തിമ്പ്രാര ചെയ്യാൻ തുടങ്ങിയെന്ന്. അതായത് അവിടുത്തെ ബസ്സില് യാത്ര ചെയ്യുമ്പോൾ അവിടെ കണ്ടക്ടർ ഇല്ല, ബസ് ഡ്രൈവറേ ഉള്ളൂ, ബാക്കി പിന്നെ ഒരു മെഷീനാണ്. അപ്പൊ ടിക്കറ്റ് പുറത്തുനിന്ന് എടുത്ത് ഈ മെഷീനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അത് ക്യാൻസൽ ചെയ്യപ്പെടും. പിന്നെ 1 മണിക്കൂറത്തേക്ക് അത് ഉപയോഗിക്കാം, പിന്നെ അത് ഉപയോഗിക്കാനാവില്ല. ഇതാണ് അവിടുത്തെ സിസ്റ്റം. അപ്പോ ഈ ലേഡി ടിക്കറ്റ് വാങ്ങി കയ്യിലുണ്ടാവും, പക്ഷെ ഒരിക്കലും കുത്താറുണ്ടായിരുന്നില്ല, അത്രേ കാശ് പോകുന്നു വിചാരിച്ചിട്ടാണ്. പക്ഷേ ആ ഓണാഘോഷം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വന്നിട്ട് പറയായിരുന്നു, ഞാന് കഴിഞ്ഞ ഞായറാഴ്ചക്ക് ശേഷം ടിക്കറ്റ്
കുത്തി തന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്നൊരു ലേഡി പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഓണാഘോഷം അത് എത്ര ഈ രീതിയിൽ ഒരു സാംസ്കാരികമായ രീതിയിൽ കാണുകയും അതിനെ വിശാലമായ രീതിയിൽ സമീപിക്കുകയും അതിനെ മൂല്യങ്ങളുടെ ഉത്സവമായി കാണുകയൊക്കെ ചെയ്താൽ എന്തുമാത്രം ഗുണമാണ് അത് മനുഷ്യർക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു അനുഭവം പങ്കുവച്ചു എന്നേ. ശരി, തീർച്ചയായും മറ്റ് ഈ ചരിത്രത്തെ മാറ്റാൻ, ഐതിഹ്യങ്ങളെ മാറ്റാൻ നടക്കുന്ന ശ്രമവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ കൂടി നമുക്ക് തേടേണ്ടതുണ്ട്. രാഹുൽ ഈശ്വർ ഇടവേളയ്ക്ക് ശേഷം നമുക്കൊപ്പം ചേരും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താൻ ഞാൻ അതിഥികളിലേക്ക്. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ നാസർ ഫൈസി കൂടത്തായി, ഈ പഴയ ഐതിഹ്യമായാലും പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന ഐതിഹ്യമായാലും അതിനൊക്കെ അപ്പുറം ഓണം എന്നത് നമുക്കൊരു കാർഷികോത്സവം കൂടിയാണ്. വറുതിയുടെ കർക്കിടകത്തിന് ശേഷം വരുന്ന കൊയ്ത്തുത്സവം അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അങ്ങനെ ഉള്ള കാർഷികോത്സവം കൂടിയാണ് നമുക്ക് സാംസ്കാരികപരമായി നോക്കിയാൽ ഓണം എന്നത്. അപ്പോൾ ആ ഒരു സാംസ്കാരിക ഉത്സവത്തെ ആരെങ്കിലും ഐതിഹ്യങ്ങൾ മാറ്റിമറിച്ചോ അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വിശ്വാസ പ്രമാണങ്ങളിലേക്ക് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് പറഞ്ഞുകൊണ്ടായാലും നമ്മളുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാനോ അല്ലെങ്കിൽ ബോധപൂർവം അതിൽ നിന്ന് വിട്ടുനിൽക്കാനോ ഒറ്റപ്പെടുത്താനോ ഒക്കെയുള്ള നീക്കം, അല്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളിലേക്ക് ഒക്കെയുള്ള നീക്കം തിരുത്തപ്പെടേണ്ടത് തന്നെയല്ലേ? സ്വാഭാവികമായിക്കൊണ്ടും അത് വളരെ പോസിറ്റീവ് ഒരു അഭിപ്രായമാണ്. കുഞ്ഞുങ്ങൾക്കിടയിൽ വർഗീയ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു സംസാരം പോലും നമ്മുടെ ആരുടെ ഭാഗത്തുകൊണ്ടും ഉണ്ടാവാൻ പാടില്ല. ഐതിഹ്യമായാലും വിശ്വാസമായാലും ഓണത്തെ സംബന്ധിച്ചിടത്തോളം അത് മുൻകാലങ്ങളിൽ ഒരു ഐതിഹ്യത്തിന്റെ തുടർച്ചയായി പിൽക്കാലഘട്ടത്തിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ പട്ടനാനപ്പിള്ളയുടെ ഭരണകാലഘട്ടത്തിലാണ് ദേശീയോത്സവമായിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നത്. അത് കാർഷികോത്സവമായിരുന്നാലും ദേശീയോത്സവമായിരുന്നാലും ഒരു സൗഹൃദത്തിന്റെ വലയത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മൊത്തം സൗഹൃദത്തോടു കൂടി ഓണത്തെ കാണുമ്പോൾ ആ കാണുന്ന തലത്തിൽ നിന്ന് വിശ്വാസപരമായ ചില കാര്യങ്ങളിലേക്ക് ഓണത്തെ മറിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഓണത്തെ ഉറപ്പിച്ചു നിർത്തുകയോ ചെയ്യുമ്പോൾ ഒരു ഏകത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവതാര പുരുഷന്മാരെയോ അല്ലെങ്കിൽ വാമന ജന്മദിനത്തെയോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ സാധ്യമല്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓണത്തെ നമ്മൾ ദേശീയോത്സവമായും സൗഹൃദപരമായ ഒരു വലയമായി കൊണ്ടും ഓണത്തെ നമ്മൾ കാണുമ്പോൾ ആ തലത്തിൽ അതിനെ ആഘോഷിക്കപ്പെടാം. ആ തലത്തിൽ നിന്നുകൊണ്ട് അതിനെ സൗഹൃദപരമായി കൊണ്ട് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മതനിരപേക്ഷ സമൂഹത്തിനൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ പെരുന്നാളിനെയും കാണാം, ക്രിസ്മസിനെയും കാണാം. പക്ഷെ അപ്പുറത്തേക്ക് അതിൽ ഐതിഹ്യമുണ്ടെങ്കിൽ, അതിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ മറ്റു മതക്കാർ പങ്കുചേരേണ്ടതില്ലെന്നേ ഇന്നും മതവിശ്വാസികൾ പറയുന്നുണ്ടോ? ഈ ഓണത്തിൽ നിങ്ങൾ ഞങ്ങളുടെ വാമനനെ വിശ്വസിക്കണം, വാമനന്റെ ജന്മദിനമാണ് എന്ന അർത്ഥത്തിൽ തന്നെ നിങ്ങൾ വിശ്വസിച്ച് കൊണ്ട് വേണം ഞങ്ങളുടെ ഓണത്തിൽ പങ്കുചേരാൻ ഹിന്ദുമത വിശ്വാസികൾ ആരെങ്കിലും പറയുന്നുണ്ടോ? മുസ്ലിം മത വിശ്വാസികൾ ഇഫ്താറിന്റെ സൗഹൃദത്തിൽ വരുന്ന സന്ദർഭത്തിൽ നിസ്കാര സമയത്ത് ഞങ്ങളോടൊപ്പം നിങ്ങൾ നിസ്കരിക്കണമെന്നും ഞങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ചില ജപങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് നോമ്പ് തുറക്കുന്നത്, അത് ചൊല്ലിക്കൊണ്ട് തന്നെ നിങ്ങൾ ഇഫ്താറിൽ പങ്കെടുക്കാൻ പാടുന്ന മുസ്ലിം മത വിശ്വാസികൾ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അത് സൗഹൃദപരമായ ഒരു പരമായി ഇഫ്താറിനെ കാണുകയും നേരത്തെ ഗഫൂർ സാഹിബ് പറഞ്ഞതുപോലെ നിസ്കാര സമയത്ത് മുസ്ലിങ്ങൾ നിസ്കരിക്കും, അവർ നിസ്കരിച്ച് വന്ന ശേഷം ചർച്ചകളും യോഗങ്ങളും തുടരും. സൗഹൃദപരമായി ഭക്ഷണം കഴിക്കുന്നതിൽ യാതൊരു വിശ്വാസികൾക്കും ഇന്ന രീതിയിലാണ് ഭക്ഷണം എന്ന കാര്യത്തിൽ അവരുടെ വിശ്വാസ പ്രകാരം തന്നെ അവർക്ക് കഴിക്കാം. ഹിന്ദു മതവിശ്വാസികൾക്ക് പാടില്ലാത്ത ഭക്ഷണങ്ങളുണ്ട്. ഒരു ഇഫ്താറിനോട് പക്ഷേ ഓണത്തെ എങ്ങനെ നമ്മൾ കൂട്ടിക്കെട്ടും എന്നതാണ് എന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സംശയം. കാരണം അങ്ങനെ ഒരു മതത്തിന്റെ പേരിൽ കൊണ്ടാടപ്പെടുന്ന ഒരു ഉത്സവമല്ല ഓണം. നമുക്ക് ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നതാണ്. അതൊരു ദേശീയ ഉത്സവമാണ് എന്നതാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം, ദയവായി തുടരുക. ശ്രീ രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഓണം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ ഒരു സ്കൂളിൽ അധ്യാപികമാർ പങ്കുവെച്ച വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചർച്ച. താങ്കൾ ആദ്യ പകുതിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചുരുക്കി പറയുന്നത്. ശ്രീ ഫസൽ ഗഫൂറും നാസർ ഫൈസി കൂടത്തായും ഫാദർ മയാറ്റിലുമാണ് നമ്മുടെ അതിഥികളായുള്ളത്. അപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓണത്തിന്റെ ഐതിഹ്യങ്ങൾ മാറ്റിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതൊരു വാമന ജയന്തിയായി കൊണ്ടാടപ്പെടാനുള്ള ശ്രമം നടക്കുന്നു. മാത്രവുമല്ല, അതിനെ ഹിന്ദുമതത്തോട് കൂട്ടിക്കെട്ടി ഹിന്ദുമതത്തിന്റെ ആഘോഷം എന്ന നിലയിൽ കൊണ്ടാടാനുള്ള ശ്രമങ്ങളും ബോധപൂർവമായി നടക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു വിടുതൽ, അല്ലെങ്കിൽ അതിന്റെ വിശ്വാസങ്ങളിലേക്ക് തങ്ങൾ ഇറങ്ങി വരേണ്ടതില്ല എന്നൊരു തോന്നൽ മറ്റു മതവിഭാഗങ്ങളിൽ ഉണ്ടാകുന്നു എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അത്തരം ഒരു ബോധപൂർവമായ ശ്രമമുണ്ടോ?
രണ്ട് കാര്യങ്ങൾ. ശശികല ടീച്ചർ ഓണം വാമന ജയന്തിയാന്ന് പറഞ്ഞപ്പോ 90% ഹിന്ദുക്കൾ ചിരിച്ചു തള്ളി. ശശികല ടീച്ചർ പറയുകയുണ്ടായി, നമ്മുടെ വാമനൻ മഹാബലി സാമ്രാജ്യത്വവാദിയായ മഹാബലിയിൽ നിന്ന് വാമനൻ നമ്മളെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ നല്ലൊരു ശതമാനം ഉണ്ടായത്. ഓണം എന്താണ്? ഓണം നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യൂണിഫയിങ് ഫെസ്റ്റിവലാണ്. നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾ 500 വർഷങ്ങൾക്ക് മുമ്പ് ഓണം ആഘോഷിച്ചതിന് തെളിവുകളും മറ്റുമുണ്ട്. പാശ്ചാത്യർ ഇവിടെ വന്നപ്പോ, വിദേശികൾ ഇവിടെ വന്നപ്പോ നമ്മുടെ ക്രിസ്ത്യാനികളോട് ഓണം ആഘോഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു പറ്റില്ല, ഇത് ഞങ്ങളുടെ ഓണമാണ്, നമ്മുടെ നാടിന്റെയാണ്. നമ്മുടെ നാടിന്റെ പൊതു പൈതൃകമാണ്. രണ്ട്, ഇന്നലെ കടുവായിൽ പള്ളി, നമ്മുടെ ആറ്റിങ്ങലിന്റെ അടുത്തുള്ള പള്ളിയിൽ അവിടെ നബിദിനാഘോഷങ്ങളുടെ തുടക്കവും മറ്റും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി പോകാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് നാസർ ഫൈസി. കൂടത്തയുടെ അടക്കമൊക്കെ പല റംസാൻ പരിപാടികളിലും അല്ലെങ്കിൽ നോമ്പുതുറ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണത്. അതായത് നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ആചാര മര്യാദ വിശ്വാസങ്ങൾക്ക് യാതൊരു ലംഘനവും ഇല്ലാതെ തന്നെ മതസൗഹാർദ്ദത്തിന്റെ പാതയിലൂടെ നമുക്ക് പോകാൻ കഴിയും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ശബരിമലയും വാവരും. അതായത് മുസ്ലിം മതവിശ്വാസ കൂടി ഹറാമല്ലാത്ത ഒരു ഹലാലായ രീതിയാണ് അയ്യപ്പന്റെ അമ്പലത്തിനുള്ളിൽ വാവർക്ക് നടവച്ചു കൊടുത്തത്. അതായത് ഇസ്ലാം മത വിശ്വാസികൾക്കും ക്രിസ്തീയ വിശ്വാസികൾക്കും ഒക്കെ വിഗ്രഹാരാധനയും പ്രശ്നമുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആളുകൾ രാഹുലിനെ ഓടിക്കും. അവര് കള്ളം പറയല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? കള്ളം ആർക്ക് വേണമെങ്കിൽ പറയാമല്ലോ. കള്ളം പറയുന്നതിന് ടാക്സ് അടിക്കാത്തടത്തോളം കാലം ഈ നാട്ടിൽ ആർക്ക് വേണമെങ്കിൽ കള്ളം പറയാമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് പോലും ശബരിമലയ്ക്കുള്ളിലുള്ള വാവര് നടയിൽ ഒരു വിഗ്രഹമോ മറ്റോ ഇല്ല. പകരം അത് ഇസ്ലാമിക സെന്റിമെന്റ്സിനെ ബഹുമാനിച്ചുകൊണ്ട് അവിടെ പച്ചപ്പട്ടും മറ്റുമാണ് വെച്ചിരിക്കുന്നത്. അതായത് വാവരെ ഓർക്കാൻ അയ്യപ്പൻ തീരുമാനിച്ചപ്പോ വാവർക്ക് കൂടി ഹലാലായത്, വാവർക്ക് ഹറാമല്ലാത്തത് എന്റെ അമ്പലത്തിനുള്ളിൽ പോലും വേണം എന്ന് തീരുമാനിച്ച അയ്യപ്പനും വാവരും വെളുത്ത ക്രിസ്ത്യാനിയായിരുന്നു. വെളുത്തയാണ് ഇവരുടെ വിദ്യാഭ്യാസത്തിനൊക്കെ സഹായിക്കുന്നത്. ഈ രീതിയാണ് നമ്മുടെ ഏറ്റവും വലിയ മഹത്വം, ഏറ്റവും വലിയ ഗുണം. ഇതിലേക്ക് നമ്മൾ വരണം. ഒന്ന്, നമ്മൾ പരിശുദ്ധമായ നബിദിനവും വിശുദ്ധമായ ക്രിസ്മസും. ഒരുപക്ഷെ ഈ അവസരത്തിൽ ഫാദർ ജോഷിയും കൂടെ ഉള്ളതാണ്. ഞാൻ പലപ്പോഴും അഭിമാനത്തോടെ പറയാറുണ്ട്, ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും വലിയ യേശു ക്രിസ്തുവിന്റെ മുഖചിത്രം എന്റെ വീട്ടിലാണുള്ളത്. ഏകദേശം 130 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഫേസ് മ്യൂറൽ പെയിന്റിംഗ് ഉള്ളത് എന്റെ വീട്ടിലാണ്. നമ്മുടെ നാടിന്റെ മഹത്വമാണ്. നമ്മുടെ നാടിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആയിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല ക്രിസ്തു മാർഗി. ആ മഹാത്മാഗാന്ധി തന്നെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ, അല്ലെങ്കിൽ MJ അക്ബറിന്റെ വാക്കുകൾ കടമെടുത്താൽ, ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി, അതായത് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജിഹാദ് നയിച്ചത് മഹാത്മാഗാന്ധിയാണെന്നാണ് മോദിജിയുടെ മന്ത്രിസഭയിലുള്ള MJ അക്ബർ പറയുന്നത്. അപ്പം ബഹുസ്വരത എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന് വെള്ളം ചേർക്കുകയല്ല, പകരം നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് പരിശുദ്ധ ഖുറാനിലും പരിശുദ്ധ ബൈബിളിലും വിശുദ്ധ ഗീതയിലും അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ കോമൺ സ്പേസസ്, പരസ്പരം യോജിപ്പിന്റെ സ്പേസസ് കൊണ്ടുവരിക. അപ്പൊ ഉദാഹരണം, മുനവർലി തങ്ങളടക്കം തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഹാപ്പി ഓണം വിഷ് ചെയ്യാറുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി നമ്മളെല്ലാം ആഘോഷിക്കുക. ഞങ്ങളെല്ലാം വളരെ പ്രാർത്ഥനാപൂർവ്വം ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ വാവര് പള്ളി കയറി അവിടുത്തെ മൗലവിയുടെ കാലിത്തൊട്ട് വിഷ് ചെയ്യാറുണ്ട് എന്നൊരു അത്ഭുതം പോലെ രാഹുൽ പറയുമ്പോൾ അതെന്തോ അവരുടേതല്ല, അവരെന്തോ വിഷ് ചെയ്യുന്നു എന്നൊരു തോന്നൽ രാഹുലിന്റെ മനസ്സിലുണ്ടോ എന്ന് തോന്നിപ്പോവും. അല്ല, അതുകൊണ്ടല്ല നമ്മൾ ഇത് എടുത്തു പറയുന്നതിന്റെ കാര്യം എന്താ അറിയാമോ? ഇത് ഇങ്ങനെ അല്ല എന്ന് പറയാൻ ഒരു ചെറിയ ഫ്രിഞ്ച് എങ്കിലും നോക്കുന്നുണ്ട്. ഒരു ചെറിയ ഫ്രിഞ്ച് എലിമെന്റ്സ് എങ്കിലും ഇങ്ങനെ അല്ല എന്ന് പറയാൻ നോക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ മതസൗഹാർദ്ദവും ബഹുസ്വരതയും നമ്മുടെ വിശ്വാസ കാഠിന്യം കുറയ്ക്കുന്നില്ല. അതാണ് പരിശുദ്ധ ഖുറാൻ പണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദ്, ഭാരതരത്നയാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഖുറാൻ പണ്ഡിതൻ. അദ്ദേഹം ഏറ്റവും വലിയ ബഹുസ്വരവാദിയായിരുന്നു. പകരം ഈ രീതിയിൽ നമുക്കൊരു ബാലൻസ് ഉണ്ട്. കാര്യം, നമ്മൾ വിശ്വാസത്തിൽ 1 ഇഞ്ച് പോലും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് മതസൗഹാർദ്ദവാദികളാകാം, ബഹുസ്വരവാദികളാകാം. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ബഹുസ്വരതയും മതസൗഹാർദ്ദവും കൊണ്ടുവരാം. അതുകൊണ്ട് ഓണവും ക്രിസ്മസും നബിദിനവും ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയും, ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീകൃഷ്ണ ജന്മാഷ്ടമി നമ്മുടെ നാട്ടിൽ പൊതു അവധിയാക്കിയതാരാ? ശ്രീകൃഷ്ണ ജന്മാഷ്ടമി നമ്മുടെ നാട്ടിൽ പൊതു അവധിയാക്കിയത് മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ ആരാധനായ നമ്മുടെ CH മുഹമ്മദ് കോയ അവർകളാണ്. CH മുഹമ്മദ് കോയ അവർകളെ ഹിന്ദു സംഘടനാ നേതാക്കൾ ചെന്ന് കണ്ട് ചോദിച്ചു, ഞങ്ങൾക്ക് ആ അവധി വേണമെന്ന്. പുള്ളി അത് വളരെ പോസിറ്റീവായിട്ടു. നമ്മളെല്ലാം ഞാൻ പഠിച്ച ക്രിസ്ത്യൻ സ്കൂളിലാണ്, എന്റെ മോൻ പഠിക്കുന്ന ക്രിസ്ത്യൻ സ്കൂളിലാണ്, എന്റെ അമ്മ പഠിച്ച ക്രിസ്ത്യൻ സ്കൂളിലാണ്, എന്റെ മുത്തശ്ശി പഠിച്ച ക്രിസ്ത്യൻ സ്കൂളിലാണ്. നമ്മൾക്ക് അല്ലെങ്കിൽ ചാവര പിതാവാണ് ഞങ്ങളുടെ ഹിന്ദു നവോത്ഥാന നായകർ തുടങ്ങുന്നതിന് മുമ്പേ സംസ്കൃത സ്കൂൾ തുടങ്ങിയത്. എല്ലാവർക്കും വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും കൊണ്ടുവന്നത്. എത്രയോ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഈ പോസിറ്റീവ് കാര്യങ്ങളെ കാണാതെ നെഗറ്റീവിൽ മാത്രം നമ്മൾ നിൽക്കരുത്. ഇതാണ് എന്റെ പോയിന്റ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം രാഹുൽ. എന്തായാലും സ്ത്രീ വിരോധിയാണ്, അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ വാദിയാണ്, ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് രാഹുൽ. പക്ഷേ ഈ കാര്യത്തിൽ രാഹുലിന്
അതിനപ്പുറമുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ രാഹുലിന്റെ ഇത് ഹിന്ദു ആക്ടിവിസ്റ്റ് ആയതുകൊണ്ടാണ് പറയണേ. അതെ. അപ്പോ അതിനപ്പുറം ഈ വിഷയത്തിൽ രാഹുലിന് ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ രാഹുലിന്റെ ഈ കാഴ്ചപ്പാട് അംഗീകരിക്കാത്ത വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. ആ ഫ്രിഞ്ച് എലമെന്റ്സ് ഇതിന് ചില പ്രത്യേക ഐതിഹ്യ കൂട്ടുകൾ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. രാഹുൽ, ദയവായി തുടരുക. ശ്രീ ഫസൽ ഗഫൂർ, എന്നെ കേൾക്കാമോ? ശ്രീ ഫസൽ ഗഫൂർ, അപ്പോ ഭിന്നിപ്പിനുള്ള ശ്രമം അത് പല കോണിൽ നിന്ന് നടക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് തീവ്ര വിഭാഗക്കാരുടേതായിട്ടുള്ള ശ്രമമാണ്. അത് എല്ലാ മതവിഭാഗങ്ങളിലും ഇത്തരം എലമെന്റ്സ് ഉണ്ടാകും. അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ നേരിടണം? അതിനെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഐതിഹ്യങ്ങൾ മാറ്റിമറിച്ച് സ്വന്തമാക്കാനോ സാംസ്കാരികമായ ഒരു ഉത്സവത്തെ മത ഉത്സവമാക്കി മാറ്റാനോ ഉള്ള ശ്രമം നൽകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ നേരിടേണ്ടത്? അതിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ടാണോ അതോ അതിൽ ഇഴുകിച്ചേർന്നുകൊണ്ടാണോ? നമ്മൾ അതിൽ നിന്ന് വിട്ടുക്കാനേ പാടില്ല. ഞാൻ പറയാം, ഇപ്പം തന്നെ പല സ്ഥലത്തും ഞാനിത് 2 വർഷത്തുള്ളതും കൂടെ പറഞ്ഞുതരാം. അതായത് പെട്ടെന്ന് ഞാൻ പറയാം. ഉദാഹരണമായിട്ട് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, അത് മുമ്പ് ഒരു ബൗദ്ധ ക്ഷേത്രമായിരുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിസ്റ്റുകളെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണിപ്പാട്ട്. അപ്പോൾ അതൊരു സംഭവം. രണ്ടാമത് മാലിക് ദിനാർ, മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ചെയർമാൻ പെരുമാൾ, അദ്ദേഹം മതം മാറിയിട്ട് താജുദ്ദീൻ എന്ന പേരെടുത്ത് പോയി അവിടെ പോയി അദ്ദേഹം ചന്ദ്രൻ പിളർന്നതായിട്ട് കണ്ട് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. സാമൂതിരി അദ്ദേഹമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരാളില്ല എന്നൊരു വാദം. ഇപ്പുറത്തെ ഭാഗത്ത് വേറൊരു വാദം വരുന്നു. നേരത്തെ അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെ അതായത് രാഹുൽ പറഞ്ഞ മാതിരി തന്നെ ഈ വാവർ സ്വാമി അത് ഏത് യുഗത്തിലാണ്? ത്രേതായുഗത്തിൽ, ഇത് കലിയുഗത്തിൽ, അല്ലെങ്കിൽ ആ കാലത്ത് ഇസ്ലാം വരാമെന്ന് വെച്ചാൽ 5-ാം നൂറ്റാണ്ട് 6-ാം നൂറ്റാണ്ടിലല്ലേ വരുള്ളൂ. അതിന് മുമ്പുണ്ടായിരുന്ന ആ യുഗത്തിലുൾപ്പെട്ടിട്ടുള്ള ഒരാൾ കലിയുഗത്തിൽ തന്നെ കൂട്ടിക്കോ, അതിന് എത്രയോ മുമ്പ്. അപ്പോൾ അതുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താ പറയുക, മിഥ്യ അവിടെ നിന്നോട്ടേന്നേ. എല്ലാ മിഥ്യകളും എല്ലാ ഐതിഹ്യങ്ങളും നന്മ മാത്രമല്ലേ പറയണുള്ളൂ, വിരോധം കാണിക്കുന്നില്ലല്ലോ. ഇപ്പം നമ്മൾ മഹാബലിയുടെ കേസ് തന്നെ എടുത്താൽ അതിൽ ജാതി കൊണ്ടുവന്നിട്ട് അത് വെറുതെ അത് മുന്നോക്ക ജാതി പിന്നോക്ക ജാതി എന്നുള്ള രീതിയിലോട്ട് ആക്കി തീർക്കേണ്ട ആവശ്യമില്ല. അതൊരു ഐതിഹ്യമാണ്. അപ്പോൾ ഐതിഹ്യം അവിടെ നിന്നോട്ടെ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഈ കാര്യത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായമുള്ളത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ആ കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഏറ്റവും അധികം ഇത്തരത്തിലുള്ള ഐതിഹ്യങ്ങൾ സ്വീകരിക്കപ്പെടുന്നത്, എല്ലാ മതങ്ങളും സ്വീകരിക്കപ്പെടുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. അവിടെയൊക്കെ ജാതിയുടെ പേരിലാണ് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നത്. യാദവരാണ് അവിടെ ശ്രീകൃഷ്ണ ജയന്തി, അതേസമയം രാമൻ്റെ പൂജ. ഞാൻ ബീഹാറിലുണ്ടായതാണ്, എനിക്കറിയാം. രാമനെ അവിടെ കണക്കാക്കുന്നില്ല. കുറച്ച് 500 കിലോമീറ്റർ അപ്പുറത്ത് അയോധ്യ വരുമ്പോൾ രാമനേ ഉള്ളൂ. ലാലു പ്രസാദ് യാദവ് പറയുന്നത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കാരണം അത് ഞാൻ യാദവനാണ്, ഞാൻ കൃഷ്ണൻ്റെ ഇതാണ് ഭക്തനാണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി അദ്ദേഹം പറഞ്ഞ മാതിരി നമ്മൾ ഇതിൻ്റെ ചരിത്രത്തിലോട്ട് പോകാനും ഈ വാമനെ കൊണ്ടുവന്നിട്ട് വാമന ജയന്തി കൊണ്ടാടാൻ പെട്ടെന്ന് അവതരിപ്പിക്കുക, ഇപ്പുറത്തെ ഭാഗത്ത് പോയിട്ട് പറയാം വാവരി ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ അജ്മീർ ഷെരീഫ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നമ്മുടെ മുസ്ലിമുകളുടെ ഒരു പുണ്യ സ്ഥലമാണ് അജ്മീർ ഷെരീഫ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല, അതും പറയാം, മനസ്സിലല്ലേ? ഞങ്ങളുടെ ഇടയിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നബിദിനത്തിനെ പറ്റിയിട്ട്, ഇത്തരത്തിലുള്ള ഖബർ സിയാറത്തിനെ പറ്റിയിട്ടൊക്കെ. അജ്മീർ ഷെരീഫിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് കൂടുതലും ഹിന്ദു സ്ത്രീകൾ ആണ് അവിടെ ഏറ്റവും അധികം വന്ന് കാണുന്നത്. അതേമാതിരി തന്നെ നമ്മൾ ഹാജി അലിയിൽ പോയാലും, ബോംബെ ഹാജി അലി, നിങ്ങൾ ജസ്റ്റ് കാർ ഓടിച്ച് പോകുമ്പോൾ ഹാജി അലിയിൽ കാണാം എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും അങ്ങോട്ട് പോകുന്നതായിട്ട്. അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല മതങ്ങളുടെ സങ്കലനവും സമ്മിശ്രമായിട്ടുള്ള ആചാരങ്ങളും എല്ലാം അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് വാങ്ങലും ഒക്കെ ആയിട്ടുള്ളൊരു സമയം ഇതാണ്. അവിടെ ഈ തരത്തിൽ ഞാൻ പറഞ്ഞ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ പറഞ്ഞുകൂടാ. ഈ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളാത്തൊരു യൂസ്ലെസ് ആണെന്ന് പറഞ്ഞാൽ മതി, അത് നമുക്ക് അതിനെതിരെ നടപടി എടുക്കട്ടെ. പക്ഷേ സംഘടിതമായിട്ട് ഈ മതങ്ങളെ കോല് വെക്കാനായിട്ട് നടക്കുകയാണെങ്കിൽ, ഈ ഐതിഹ്യങ്ങളെ കോല് വെക്കാനായിട്ട് നടക്കുകയാണെങ്കിൽ, അത് നമ്മുടെ സംസ്കാരം, കേരളീയ സംസ്കാരത്തിന് തന്നെ, പ്രത്യേകിച്ച് ഭാരതീയ സംസ്കാരം മാത്രമല്ല കേരളീയ സംസ്കാരത്തിന് തന്നെ ഇത്. ഒരു കാര്യം കൂടെ, ഫാദർ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടൊരു തമാശ കൂടെ പറയാം. ഈ നമ്മുടെ തോമസ് ലീഹയുടെ സ്ഥലമുണ്ടല്ലോ നമ്മുടെ കൊടുങ്ങല്ലൂർ, ഞാൻ കൊടുങ്ങല്ലൂരുകാരനായതുകൊണ്ടാണ് പറയുന്നത്. ഈ തോമസ് ലീഹ ആരാണ്? അതിനെപ്പറ്റി ഒരു തർക്കം. അത് മറ്റേ ബൈബിളിലെ തോമസ് എന്ന് പറഞ്ഞ അപ്പോസ്റ്റലാണോ, ദ അപ്പോസ്റ്റൽ തോമസ് ആണോ, അത് ഡൗട്ടിങ് തോമസ് ആണോ, അദ്ദേഹം വന്നിരുന്നോ ഇല്ലയോ, മനസ്സിലായില്ലേ? ഇതൊക്കെ കുറേ ചരിത്രകാരന്മാരുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കൽ MGS നാരായണനോട് പറഞ്ഞു, ലെറ്റ് ലെജൻഡ്സ് ലീവ്,
Let epics live. You don't go into that details and try to find out whether that is there or this is there. If you go try for that, what will happen is that tomorrow it will lead to conflict. It will lead to a conflict. Why bring in conflict by going? Because അദ്ദേഹം പറഞ്ഞെന്നറിയോ, അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. അദ്ദേഹം പറഞ്ഞത് ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5-ാം നൂറ്റാണ്ടോ 6-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതിനു മുമ്പ് ഓണമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളായിരുന്നു അദ്ദേഹത്തിന് അന്നത്തെ വാദം. അപ്പോൾ ചരിത്രകാരന്മാർ ചരിത്ര കാര്യങ്ങൾ പറയട്ടെ, ഐതിഹ്യം മിത്തോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ ശ്രീ ആർ വി ബാബു കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് ഇടപെടുകയാണ്, നമ്മുടെ സമയം ഇനി കുറവാണ്. ശ്രീ ആർ വി ബാബു, നമ്മൾ ഈ തൃശൂർ പെരുമ്പിലാവ് കല്ലുപുറം സിറാജുൽ ഉലൂം സ്കൂളിൽ നടന്ന ഓണം ആഘോഷവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു വാട്സപ്പ് സന്ദേശവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച നടത്തുകയാണ്. അതിൽ ഉയർന്നു വന്ന ഒരു വാദം, ഓണത്തെ, കേരളത്തിന്റെ ദേശീയോത്സവമായ സാംസ്കാരിക ഉത്സവമായ ഓണത്തെ വാമന ജയന്തിയുമായി കൂട്ടിക്കെട്ടാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അതിനെ മതപരമാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുമ്പോൾ അത് ചില അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നതാണ് ഇതുപോലെ പ്രതിഫലിക്കുന്നത് എന്നതാണ്. അത്തരം ബോധപൂർവമായ ശ്രമങ്ങളുടെ പ്രതിഫലനമാണോ നമ്മൾ ഈ കേരളത്തിൽ കാണുന്നത്? ഓണാഘോഷത്തിന്റെ വിഷയത്തിൽ വാമനനെ കൂട്ടിക്കെട്ടി അത് മത ഉത്സവമായിട്ട് നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ യാതൊരു കഴമ്പില്ലാത്തതാണ്. അതെല്ലാം ഈ ഓണത്തിന്റെ ആഘോഷത്തോടനുബന്ധിച്ചുള്ള റിലീജിയസ് കാര്യങ്ങൾ ഓണാഘോഷം തുടങ്ങിയ കാലം മുതലുണ്ട്. തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിക്കുന്നത്, തൃക്കാക്കരയപ്പനെ വെക്കുന്നത്, ആ ഓണത്തിന്റെ രാവിലെയുള്ള ചടങ്ങുകൾ, ഓണാഘോഷത്തിന്റെ ചടങ്ങുകളിലൊക്കെ റിലീജിയസ് ആസ്പെക്ട് ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയൊക്കെ മുഴച്ചു നിൽക്കുന്നത് അതിന്റെ കൾച്ചറൽ ആസ്പെക്ട് ആണ്. സാംസ്കാരികമായ ഒരു മാനം ഓണത്തിന് വ്യാപകമായിട്ട് കൈവരുകയും അത് മുഴുവൻ ജനതയുടെയും ആഘോഷമായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. ഇവിടെ വാമന ജയന്തി എന്നുള്ളത് വരാൻ കാരണം എന്താ? മഹാബലി എന്നുള്ള ആ കഥാപാത്രവും ആയിട്ട് ബന്ധപ്പെട്ട് വാമനനെ ഏതോ ഒരു ദുഷ്ട കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നരേറ്റീവ് കേരളത്തിൽ വ്യാപകമായിട്ട് ഇടക്കാലത്ത് വന്നു. അപ്പോ അതങ്ങനെയല്ല എന്നും വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്നുള്ളത് ഒരു ക്രൂരമായ കൃത്യമായിട്ടും വാമനൻ വിഷ്ണുവിന്റെ അവതാരമായ വാമനനെ വളരെ ദുഷ്ട കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് വാമനൻ അങ്ങനെയുള്ള ഒരു കഥാപാത്രം അല്ല എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾക്ക് രംഗത്ത് വരേണ്ടി വന്നത്. മറിച്ച് ഓണത്തിന് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമുണ്ട്, അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. കെ.പി. ശശികല മുതൽ അമിത്ഷാ വരെയുള്ളവർ ഓണത്തിന് വാമന ജയന്തി ആഘോഷിക്കുമ്പോൾ, ആശംസിക്കുമ്പോൾ അത് കേരളത്തിന്റെ സംസ്കാരത്തെ മാറ്റിമറിക്കാനുള്ള, ഐതിഹ്യത്തെ മാറ്റി എഴുതാനുള്ള ശ്രമമായിട്ടല്ലേ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുള്ളൂ? എല്ലാ ആഘോഷങ്ങൾക്കും കൾച്ചറലും റിലീജിയസുമായ ആസ്പെക്ട് ഉണ്ട് ഇന്ത്യയിൽ. ഏത് ആഘോഷത്തിനാണ് ഇല്ലാത്തത്? അങ്ങനെ ഒരു റിലീജിയസ് ആഘോഷമല്ലല്ലോ ഓണം. അല്ല, ഓണം അങ്ങനെയല്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അങ്ങനെയും ഉണ്ട്. ഓണത്തിന് എന്തുകൊണ്ടാണ് തൃക്കാക്കര ക്ഷേത്രത്തില് ഓണത്തിന്റെ അന്ന് വലിയ ആഘോഷം നടക്കുന്നത്? ക്ഷേത്രമല്ലേ? അങ്ങനെ മതപരമായ ഒരു ആഘോഷമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് അതിൽ നിന്ന് മറ്റു മതസ്ഥർ വിട്ടു നിൽക്കാനുള്ള ഈ ടെൻഡൻസി ഉണ്ടാകുന്നത്. അപ്പോൾ ഭിന്നിപ്പിനുള്ള ശ്രമം എവിടെ നിന്ന് തുടങ്ങി എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. തൃക്കാക്കര ക്ഷേത്രം RSS തുടങ്ങിയ ക്ഷേത്രമല്ല മാഡം. തൃക്കാക്കര ക്ഷേത്രം RSS തുടങ്ങിയ ക്ഷേത്രമല്ല. നിങ്ങൾ എന്ത് മണ്ടത്തരായി പറയുന്നേ? തൃക്കാക്കര ക്ഷേത്രത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, ഇതിനെ വാമന ജയന്തി ആക്കാൻ ഉള്ള സംഘപരിവാറിന്റെ ശ്രമം, അതിനെയാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. രാഹുൽ കൂടി രാഹുൽ കൂട്ടിച്ചേർത്തോളൂ, നമ്മുടെ സമയം തീരെയില്ല. അതായത് ഇന്ത്യയിൽ ഏറ്റവും നല്ല ക്രിസ്മസ് ഈവ് സെലിബ്രേഷൻ നടക്കുന്നത് വിവേകാനന്ദ സ്വാമിയുടെ ബേലൂർ മഠത്തിലാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഹിന്ദു സന്യാസിമാര് കന്യാമറിയത്തിന്റെയും യേശുക്രിസ്തുവിന്റെയും ചിത്രങ്ങൾ എടുത്ത് അതിന് ആരതി ഒഴിയുന്നുണ്ട്. എല്ലാ ആഘോഷങ്ങൾക്കും സ്പിരിച്വലും ഉണ്ട്, കൾച്ചറലും ഉണ്ട്. നമുക്ക് സ്പിരിച്വലിന്റെ പേരിൽ കൾച്ചറിനെ മറക്കണ്ട, എന്നാൽ കൾച്ചറിന്റെ പേരിൽ സ്പിരിച്വലിനെ മറക്കണ്ട. ഈ ഒരു ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമല്ലോ. അതിനൊരു ആത്മീയമായ തലമുണ്ട്, സാമൂഹികവും സാംസ്കാരികവുമായ തലമുണ്ട്. ഇപ്പൊ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ തന്നെ സൽമാൻ ഖാൻ അടക്കം നമ്മുടെ വിനായക ചതുർത്ഥി, ഗണേശോത്സവത്തിന് ബോംബെയിൽ വരും. കാര്യം ബോംബെയുടെ ഒരു പൊതു ഉത്സവമാണ് ഗണേശോത്സവം. നമ്മളെല്ലാം ക്രിസ്മസ് ആഘോഷിക്കുന്നില്ലേ? നമ്മുടെ എല്ലാ വീട്ടിൽ ക്രിസ്മസ് സ്റ്റാർ ഇടുന്നില്ലേ? അത് നമ്മൾ ക്രിസ്ത്യാനികളായോണ്ടല്ലോ. അത് ലോകരക്ഷകനായ യേശു ക്രിസ്തു പറഞ്ഞ ഇതിനെ നമ്മളും കൂടി സെലിബ്രേറ്റ് ചെയ്യാം. നമ്മൾ ഇതേപോലെ ഇപ്പം നമ്മൾ ഞങ്ങളുടെ എല്ലാം സ്ഥിരമായിട്ട് നമ്മളെല്ലാം നോമ്പെടുക്കാറുണ്ട്. 1-2 ദിവസം മുസ്ലിം സമൂഹത്തിന്റെ കൂടെ നിന്ന് അവരുടെ പല ചടങ്ങുകൾക്കും പോകാറുണ്ട്. ഞാൻ ചെറിയ പ്രായത്തിൽ ഓർമ്മ. രാഹുൽ, അത് ഓണത്തെ അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രം ആഘോഷമാക്കിയാണ് ഇപ്പോൾ നിങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ. ശ്രീ ആർ വി ബാബു നമുക്കൊപ്പമുണ്ടായിരുന്നു. ശ്രീ ആർ വി ബാബു താങ്കൾ ഇപ്പോഴും ഉണ്ടോ? പക്ഷെ അതിന്റെ ഒരു ഹിന്ദു റൂട്ടും കൂടെ ഉണ്ട്. അത് നമ്മൾ മറക്കണ്ട. ഓണം എല്ലാവരുടെയാണ്, പക്ഷെ ഒരു ഹിന്ദു റൂട്ടും കൂടെ ഉണ്ട്. മനസ്സിലാകാത്തതുകൊണ്ടല്ല. ഇന്ത്യയിലെ ഓരോ ആഘോഷത്തിനും
അതിന്റെ റിലീജിയസ് ആസ്പെക്റ്റും ഉണ്ട്, സ്പിരിച്വൽ മറ്റേ കൾച്ചറൽ ആസ്പെക്റ്റും ഉണ്ട്. റിലീജിയസ് ആസ്പെക്ട് കരുതുന്നവര് റിലീജിയസ് ആയിട്ടുള്ള കസ്റ്റം തുടരുകയും അനുവർത്തിക്കുകയും ചെയ്യും. അതിന്റെ കൾച്ചറൽ ആസ്പെക്റ്റിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ഇപ്പോൾ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പുലിക്കളി അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് റിലീജിയസ് ആസ്പെക്ട് കുറവാണ്. അപ്പൊ ഓരോ ആഘോഷത്തിനും അതിൻ്റെതായിട്ടുള്ള അംശങ്ങൾ മുഴച്ചു നിൽക്കുന്നത് അത് പ്രകടിപ്പിച്ചുകൊണ്ട് അതാത് വിഭാഗങ്ങൾ പ്രകടിപ്പിക്കും. ഇവിടെ വാമനനെ ആരാധിക്കാൻ പാടില്ല എന്ന് നിങ്ങളോടാകെ പറഞ്ഞേ? വാമന ജയന്തിയായിട്ട് ഓണം ആഘോഷിക്കാനായിട്ട് അവകാശമില്ല ഈ നാട്ടിലെ ആൾക്കാർക്ക്. അപ്പൊ വാമന ജയന്തിയായിട്ട് ആഘോഷിക്കാം, മഹാബലിയെ ഉയർത്തി കാണിക്കാം, പൂക്കളം ഇടാം, അതല്ല പുലിക്കളിക്കാണ് പ്രാധാന്യം വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇതെല്ലാം കൂടിയും ചേർന്നതാണ് ഓണം. ഇവിടെ അടിസ്ഥാന പ്രശ്നമല്ല. നിങ്ങൾ അടിസ്ഥാന ഒരു സെക്കൻഡ് ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. നിങ്ങൾ വെറുതെ കയറി വായി കയറി സംസാരിക്കല്ലേ. ഒരു അടിസ്ഥാന പ്രശ്നം എന്താണ്? അടിസ്ഥാന പ്രശ്നം ഒരു മതവിഭാഗത്തിന്റെ അസഹിഷ്ണുതയാണ്. ആ അസഹിഷ്ണുത നിങ്ങൾ ചൂണ്ടിക്കാണിക്കും ആദ്യം. ക്രിസ്മസിന് കേക്ക് കഴിക്കരുതെന്ന് പറഞ്ഞില്ലേ? ക്രിസ്മസിന് കേക്ക് കഴിക്കരുതെന്ന് പറഞ്ഞില്ലേ ഇവര്? നിങ്ങൾ എന്താണ് ആളുകളെ പൊട്ടനാക്കുകയാണോ? ഈ നാട്ടുകാരെ മുഴുവൻ പൊട്ടനാക്കാന്നാണോ നിങ്ങളുടെ ചാനൽ വഴി? ക്രിസ്മസിന് കേക്ക് കഴിക്കാൻ പാടില്ല, ക്രിസ്ത്യാനികളുടെ ആഘോഷത്തിൽ പങ്കെടുക്കരുത്, ഒരു മതസമൂഹത്തിന്റെ അസഹിഷ്ണുത നിങ്ങൾ ന്യായീകരിക്കാൻ നിൽക്കരുത്. അതിനെ ആദ്യം തള്ളിപ്പറയും. ഇവിടെ റംസാന്റെ ആഘോഷത്തിൽ പങ്കെടുക്കും ആൾക്കാര്, ഓണ ആഘോഷത്തിൽ പങ്കെടുക്കും, വിഷു ആഘോഷത്തിൽ പങ്കെടുക്കും, അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കെടുക്കണം. തീരുന്നത് കൊണ്ടാണ് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അസഹിഷ്ണുതയാണോ ഈ ആഘോഷങ്ങളിലെല്ലാം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്? അസഹിഷ്ണുതയാണ്. അതായത് എന്റെ വിശ്വാസത്തിൽ നിന്നും എന്റെ ചോദ്യം വ്യക്തമായില്ല, ഒന്നുകൂടെ ചോദിക്കൂ. ഒരു മതവിഭാഗത്തിന്റെ അസഹിഷ്ണുതയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നതാണ് ശ്രീ ആർ വി ബാബു സൂചിപ്പിച്ചത്. ക്രിസ്മസിന് കേക്ക് കഴിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കേൾക്കാമോ? ആർ വി ബാബുവിന്റെ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ പ്രതികരിക്കുന്നില്ല. കാരണം ഓണത്തിന്റെയും പെരുന്നാളിന്റെയും ഒക്കെ സൗഹൃദപരമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് കമ്മ്യൂണൽ ചേരിതിരിവിലേക്ക് പോകുന്ന വിധത്തിലുള്ള സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ അവരവരുടെ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റു മതങ്ങളോട് സൗഹൃദമാവാൻ വേണ്ടി എല്ലാ ആഘോഷങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുമ്പോൾ തന്നെ അവർക്ക് റിലീജിയൻ തലം അതിലുണ്ട്. ഇപ്പോ ഇതിന് യഥാർത്ഥത്തിൽ സംഘപരിവാർ ഓണത്തെ കൊണ്ടുപോകുന്ന ഒരു സങ്കുചിതമായ ഒരു മനസ്ഥിതിയുടെ അവതാരം ഒരു നിലപാടുമായിക്കൊണ്ടാണ്. ഇപ്പൊ കഴിഞ്ഞ 3-4 വർഷം മുമ്പാണ് കേസരിയുടെ ഒരു മുഖചിത്രം വന്നത്. കേസരിയുടെ ഒരു സ്പെഷ്യൽ പതിപ്പ് വന്നത് അവിടെ മഹാബലിയെ തരം താഴ്ത്തുകയും വാമനനെ ഉയർത്തി കാണിക്കുകയും ചെയ്തുകൊണ്ട് മഹാബലിയുടെ വരവിൽ പ്രത്യേകത ഇല്ലാന്നും അത് വാമനന്റെ ജന്മദിനവുമായി മാത്രം അതിന് ബന്ധമുള്ളൂ എന്ന് വരുത്താൻ വേണ്ടി കേസരിയുടെ ശ്രമം നടന്നിട്ടുണ്ട്. അപ്പൊ കേസരി ലക്ഷ്യമാക്കുന്നത് മറ്റൊന്നാണ്, ഒരു ജാതീയതയുടെയും ഭാഗമായിക്കൊണ്ട് തന്നെ അവർ ഓണത്തെ മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതൊരു മറ്റൊരു വിശ്വാസം, അത് പൊതുസമൂഹം അടിച്ചു മാറ്റി കളയുന്ന ഓണത്തെ എന്ന ഒരു എന്താ അറിയോ, ഞങ്ങൾ ഹിന്ദു ലിബറലുകളോട് സംസാരിക്കുമ്പോൾ റിലീജിയസ് എന്ന് പറഞ്ഞുകൂടാ, സ്പിരിച്വൽ എന്ന് പറയണം. ഇതിന് റിലീജിയസ് എലിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പറയാൻ പറ്റൂല എന്ന്, സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ എന്നാ ഓക്കെ എന്ന് പറയും. ഒറ്റ പോയിന്റ്. അല്ല അതെ, ഞാൻ ഈ കേക്കിൻ്റെ കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. പാണക്കാട് തങ്ങൾ സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗ് നേതാവും മുസ്ലിമുകളുടെ നേതാവുമായിട്ടുള്ള അദ്ദേഹം നേരെ ബിഷപ്പിൻ്റെ അടുത്ത് പോയ കഥ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഈ കേക്കിൻ്റെ പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ എല്ലാവരും ഇപ്പോൾ കേക്കായിട്ട് പോവുകയോ വാങ്ങുകയോ ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഏതെങ്കിലും ഒരു പോലീസ് അതെ അല്ലല്ല അതെ ബാക്കി ഏതെങ്കിലും ആർ വി ബാബു ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള പൊസിഷൻ ഹോൾഡ് ചെയ്യാത്ത ആൾക്കാർക്ക് എന്ത് വേണമെച്ചാൽ പറയാം. പ്രസിഡന്റ് ഓഫ് ഹിന്ദു ഐക്യവേദി മറ്റുള്ള ഏതെങ്കിലും മണ്ടന്മാരെന്തെങ്കിലും മണ്ടത്ര തള്ളി പറയുന്നു. ശരി, എന്റെ സമയം പൂർണ്ണമായും അവസാനിക്കുന്നത് കൊണ്ടാണ് എന്തായാലും ഓണത്തെ ഈ രീതിയിൽ മതവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് വലിയ രീതിയിൽ കുട്ടികളിലേക്ക് പോലും പകരാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. എന്തായാലും ഇതിന് തടയിട്ടേ മതിയാകൂ. അതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് സൂചിപ്പിച്ചു. അധ്യാപകർക്കെതിരെ കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുണ്ട്. വിശദമായ ചർച്ചകൾ ഇനിയും നടക്കും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 9 കാണാം.